ഭരണഘടനയുടെ ആർട്ടിക്കിൾ 366 25 പട്ടികവർഗങ്ങളെ നിർവചിക്കുന്നത്. ആർട്ടിക്കിൾ 342 പ്രകാരം രാഷ്ട്രപതി സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ഔദ്യോഗികമായി നാമകരണം ചെയ്യുന്നവർ പ്രത്യേക ഗോത്രങ്ങളായോ ഗോത്ര സമൂഹങ്ങളായോ അംഗീകരിക്കപ്പെടുന്നവരാണ്. ഇന്ത്യയിൽ ഗോത്ര ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 8.6% വരും. ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളാണ് PVTGs അഥവാ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. PVTGകളെ തിരിച്ചറിയുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ആ വിഭാഗങ്ങളുടെ കാർഷിക പൂർവ്വ സാങ്കേതിക വിദ്യാ നിലവാരം, അതായത് സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗത്തോടെ പ്രാകൃത കൃഷി തുടരുന്നവരെ, ഇവരുടെ കുറഞ്ഞ സാക്ഷരതാ നിലവാരം, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ജനസംഖ്യ കുറയുകയോ സ്തംഭനാവസ്ഥയിലെത്തുകയോ ചെയ്യുക എന്നീ മാനദണ്ഡങ്ങൾ പരിശോധിക്കാറുണ്ട്. മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനായും മൊത്തത്തിലുള്ള നയ രൂപീകരണത്തിനും പരിപാടികളുടെ ഏകോപനത്തിനായുള്ള നോഡൽ മന്ത്രാലയം. 1973 ദേബർ കമ്മീഷൻ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വികസനം കുറഞ്ഞ വിഭാഗങ്ങളെ PTGs അഥവാ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പുകൾ എന്ന ഒരു പ്രത്യേക വിഭാഗം സൃഷ്ടിച്ചു. ഇന്ത്യ ഗവൺമെന്റ് PTGകളെ PVTGകൾ എന്ന് പുനർനാമകരണം ചെയ്തത് 2006 PVTGകൾക്ക് ചില അടിസ്ഥാന സ്വഭാവ സവിശേഷതകളുണ്ട്. ഇവർ കൂടുതലായും ഏകീകൃത ഗോത്ര വിഭാഗങ്ങളായിരിക്കും. അതോടൊപ്പം ചെറിയ ജനസംഖ്യയുള്ള, താരതമ്യേന ഒറ്റപ്പെട്ട, ലിപിയുടെ അഭാവമുള്ള, താരതമ്യേന ലളിതമായ സാങ്കേതിക വിദ്യയുള്ള, മാറ്റത്തിന്റെ വേഗത കുറഞ്ഞ ഒരു സമൂഹമായിരിക്കും ഇവരുടേത്. ഇതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം ആൻഡമാനിലെ നോർത്ത് സെന്റിനൽ ദ്വീപിൽ വസിക്കുന്ന സെന്റിനൽസ് ഗോത്ര വിഭാഗമാണ്. ലിസ്റ്റ് ചെയ്ത 75 PVTGകളിൽ ഏറ്റവും കൂടുതലും ഒഡീഷയിലാണ് കാണപ്പെടുന്നത്. 13 PVTGകളാണ് ഒഡീഷയിലുള്ളത്. ആന്ധ്രയിലെ 12 PVTGകളുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ PVTG ഒഡീഷയിലെ ഡോങ്ക്രിയ കോണ്ടാണ്. കേരളത്തിലെ ചോലനായ്ക്കന്മാർ, കൊറഗർ, കുറുമ്പർ, കാടർ, കാട്ടുനായ്ക്കന്മാർ എന്നീ 5 PVTGകളാണ് ഉള്ളത്.